നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫെമിനിൻ എനർജിയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മസ്കുലിൻ ഫെമിനിൻ എനർജിയുടെ ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു യൂണിവേഴ്സ് തന്നെ ഈ ഒരു രണ്ട് എനർജിയുടെ കോമ്പിനേഷനായിട്ടാണ് രൂപം കൊള്ളുന്നതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതും ഈ രണ്ട് എനർജിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എന്തുകൊണ്ട് ഫെമിനിൻ എനർജിക്ക് ഇത്രയധികം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നു? ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് എന്തിലേയും പരിപോഷിപ്പിക്കുന്നതും അതിലുള്ള എല്ലാത്തിലും ഒരുപോലെ നിലനിൽക്കുന്ന എനർജിയാണ് ഫെമിനിൻ എനർജി. വിശ്വാസം, സഹാനുഭൂതി, സ്നേഹം, ഭാവന, സർഗാത്മകത, എന്തിനേയും സൃഷ്ടിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഫെമിനിൻ എനർജിയിൽ ഒളിഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഫെമിനിൻ എനർജി എല്ലാത്തിലും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. ഒരു ഫിസിക്കൽ ബോഡി എടുക്കുകയാണെങ്കിൽ അവിടെ മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കൊള്ളട്ടെ, അതിൽ രണ്ടും ഉണ്ട്. മസ്കുലിൻ എനർജിയും ഉണ്ട്, ഫെമിനിൻ എനർജിയും ഉണ്ട്. പക്ഷേ ഇത് ബാലൻസ്ഡ് ആണോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഫെമിനിൻ എനർജി മാത്രം ഹയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മസ്കുലിൻ എനർജിയുടെ കുറവുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതുപോലെ തന്നെ മസ്കുലിൻ എനർജി മാത്രമാണ് ഹയറായിട്ട് നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവില്ല, നമുക്ക് ഭാവന ഉണ്ടാവില്ല, വിശ്വാസ്യത കുറവായിരിക്കും, ഒന്നിനെയും സൃഷ്ടിക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാവില്ല. സോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും നമ്മൾ പറയില്ലേ, നമ്മുടെ ഓരോ സമയം അത്രമാത്രം നമുക്ക് പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. അതായത് എന്തിനേയും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. നമ്മുടെ ഓരോ നിമിഷം, ഓരോ സമയവും അത്രമാത്രം നമുക്ക് ഏറ്റവും കൂടുതൽ ഉയരാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ ഉയരാനുള്ള എന്തെങ്കിലും ഓരോ സമയത്തും ഉണ്ടായിരിക്കണം. എന്തിനെങ്കിലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ ഈ സൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഫെമിനിൻ എനർജിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ എല്ലാ ചക്രങ്ങളിലും ഈ രണ്ട് എനർജിയും ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ എല്ലാ ഓർഗൻസിലും ഈ രണ്ട് എനർജി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. സോ നമ്മുടെ ഫെമിനിൻ എനർജി ഹയർ ആക്കി എടുക്കുമ്പോഴാണ് നമുക്ക് എന്തും നേടിയെടുക്കാൻ നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഫെമിനിൻ എനർജി ഇല്ല എങ്കിൽ ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല. എല്ലാത്തിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു സോൾ പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഈ ഫെമിനിൻ എനർജി തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, ഒന്ന് തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്ത് തുടങ്ങി വയ്ക്കുമ്പോഴും നഷ്ടം മാത്രം വരിക, ഒന്നും നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ വരിക. എല്ലാ കഴിവുകളും ഉണ്ട്, പക്ഷെ അത് പരിപോഷിപ്പിക്കാൻ കഴിയാതെ വരിക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഴുതാൻ പറ്റും, പക്ഷേ അതിനനുസരിച്ചുള്ളൊരു ഭാവന നമുക്ക് വരുന്നില്ല. നമുക്ക് വരയ്ക്കാൻ കഴിവുണ്ട്, പക്ഷേ നമുക്ക് വിഷ്വലൈസേഷൻ കിട്ടുന്നില്ല. ഒന്നിലും നമുക്ക് വിശ്വാസ്യതയില്ല. വിശ്വാസം എല്ലാത്തിൻ്റെയും അടിത്തറയാണ്. നമുക്ക് സ്നേഹമില്ല. ചുറ്റിലുള്ള ഒന്നിലും നമുക്ക് സ്നേഹം കണ്ടെത്താൻ കഴിയുന്നില്ല. നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളാദ്യം നമ്മളെ സ്നേഹിക്കണം. ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വികാരം അല്ലെങ്കിൽ ഒരു എനർജി, എല്ലാം എനർജിയാണ്. ഇവിടെയും ഒളിഞ്ഞു കിടക്കുന്നത് ഫെമിനിൻ എനർജിയാണ്. നമുക്ക് എന്തെങ്കിലും സൃഷ്ടിക്കാൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും
ലോ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു സൃഷ്ടിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അത് എന്ത് തന്നെയാണ്, കാരണം നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയുടെ പവർ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിന് മുകളിലാണ്. സോ ഇവിടെ എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് ഇതേ എനർജി തന്നെയാണ്, നമുക്ക് എന്തിനേയും സൃഷ്ടിക്കാൻ. ഈ ഒരു ഫെമിനിൻ എനർജിയുടെ വലിയൊരു പങ്ക് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രയിലുണ്ട്. അതായത് നമ്മുടെ വൂം, അവിടെ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതല്ല. സോ ഈ ഒരു എനർജിയെ അവിടെ നിന്നും പുഷ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജി നമ്മൾ ഹയറാക്കി കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ തലങ്ങളിലും നമ്മൾ പൂർണ്ണതയിലെത്തുകയാണ് ചെയ്യുന്നത്. സ്വാധിഷ്ഠാന ചക്രയിൽ മാത്രമല്ല, എല്ലാ ചക്രങ്ങളിലും ഫെമിനിൻ എനർജി ഉണ്ട്. പക്ഷേ നമുക്ക് എന്തിനേയും ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു പവർ ഒളിഞ്ഞു കിടക്കുന്നത് ഈ ചക്രയിലാണ്. ഞാൻ ഇതിനു മുൻപ് പല വീഡിയോസിലായിട്ട് വൂം ഹീലിങ്ങിനെ പറ്റിയിട്ടും സ്വാധിഷ്ഠാന ചക്രയുടെ തന്നെ പവറിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എന്തിനേയും ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു എനർജി ഫെമിനിൻ എനർജിയാണ്. നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ എനർജി ആവശ്യമാണ്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു ഫെമിനിൻ എനർജി ഇൻക്രീസ് ചെയ്യാം? നമ്മൾ പല തരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പല തരത്തിലുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഹയർ സെൽഫിലോട്ട് നമുക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. ഈ ഹയർ സെൽഫ് എന്ന് പറയുമ്പോൾ എല്ലാ തലത്തിലും നമ്മൾ ഉയരുക എന്നതാണ്. സോ ഈ ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യണം. എല്ലാ ചക്രങ്ങളും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കുണ്ടലിനി ശക്തി. ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നതും ഫെമിനിൻ എനർജിയുടെ ഒരു ഹയർ വേർഷനാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഉള്ളിലുള്ള സോൾ, അതുതന്നെയാണ് ഫെമിനിൻ എനർജി എന്ന് പറയുന്നത്. സോ ആ ഒരു സോളിൻ്റെ ഏറ്റവും ഹയർ വൈബിലേക്ക്, അതിൻ്റെ ഏറ്റവും ഹയർ സെൽഫിലോട്ട് നമുക്ക് എത്തിക്കാൻ ഇതൊരുപാട് കാലത്തെ പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആ ഒരു എനർജിയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഈ സമ്പൂർണ്ണ പ്രകൃതി തന്നെയാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ചുറ്റിലുള്ള പക്ഷികൾ, മൃഗങ്ങൾ, മരങ്ങൾ, മലകൾ, പുഴകൾ എന്ന് വേണ്ട നമുക്ക് ചുറ്റിലുള്ള പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ കൂടുതൽ അറിയാൻ, അല്ലെങ്കിൽ അതിനെ നമ്മളിലുള്ളിലുള്ള ആ ഒരു ശക്തിയുടെ കണ്ടൻറ്റിനെ നമുക്ക് ഉയർത്താൻ ആ പ്രകൃതിയായിട്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ചേരേണ്ടത്. നമുക്കുള്ള സമയത്തിൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുക. കുറച്ച് സമയമെങ്കിലും ചപ്പൽസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മൾ ഗ്രൗണ്ടിങ് കൊടുക്കുക. ഭൂമി തത്വത്തെ അറിയാൻ ശ്രമിക്കുക. വായു തത്വത്തെ അറിയാൻ ശ്രമിക്കുക. ഉള്ളിലുള്ള അഗ്നിയെയും ആകാശത്തെയും അറിയാൻ ശ്രമിക്കുക. ജലതത്വത്തെ അറിയാൻ ശ്രമിക്കുക. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും, അതിലുള്ള ഓരോ സ്പന്ദനത്തെയും നമുക്കറിയാൻ പറ്റണം. എല്ലാത്തിലും ഉള്ളത് നമ്മൾ തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. പക്ഷി മൃഗാദികളിലും മരങ്ങളിലും ചെടികളിലും മലകളിലും പുഴകളിലും എന്ന് വേണ്ട നമുക്ക് ചുറ്റും കാണുന്ന ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലും നിലനിൽക്കുന്ന അതേ ശക്തിയാണ് നമ്മളിലും കുടികൊള്ളുന്നതെന്ന് അറിയാൻ പറ്റണം. എല്ലാത്തിനെയും അത് വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാത്തിനെയും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റണം. ചുറ്റിലുള്ള എല്ലാത്തിലും
ഈ പ്രകൃതിയിലെ ഓരോ പുൽക്കൊടിയിലും ജലത്തിൻ്റെ ഓരോ കണികകളെയും ചുറ്റിലുമുള്ള സകല ജീവജാലങ്ങളെയും നമ്മളെ തൊട്ട് തലോടി പോകുന്ന കാറ്റിനെയും ഓരോന്നിനെയും, പൂക്കളായാലും പുഴകളായാലും നമുക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങളായാലും സകലത്തിനെയും ഒരു വ്യവസ്ഥയുടെ പേരിലും മാറ്റി നിർത്താതെ, അല്ലെങ്കിൽ ഒന്നിൻ്റെ പേരിലും അതിനെ ഏറ്റക്കുറച്ചിലില്ലാത്ത രീതിയിൽ ഒരുപോലെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. എല്ലാം നാം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, എല്ലാത്തിലും കുടികൊള്ളുന്നത് നമ്മളിലുള്ള എനർജി തന്നെയാണ് മറ്റിലുള്ള എല്ലാത്തിലും ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കാൻ പറ്റണം. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ഒരു പൂർണ്ണമായ ബോധത്തോടു കൂടി അറിയാൻ ശ്രമിക്കണം. കുറച്ച് നേരമെങ്കിലും നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതം ഉണ്ടല്ലോ, അതിൽ നിന്നൊന്നും മാറി കുറച്ച് നേരം നമുക്ക് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാൻ പറ്റുക. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. നിങ്ങളുടെ വീട്ടിലെ ടെറസിലോ നിങ്ങളുടെ മുറ്റത്തോ ചുറ്റിലുള്ള എല്ലാത്തിനും ഒന്ന് അറിയുന്ന രീതിയിൽ കണ്ണുകളടച്ച് പ്രകൃതിയോട് ചേർന്ന് കൊണ്ട് ഇരുന്നു കൊണ്ട് നമുക്ക് എന്തൊക്കെ തിരിച്ചറിയാൻ പറ്റും? ചുറ്റിലുള്ള ശബ്ദങ്ങൾ, ചുറ്റിലുള്ള മണങ്ങൾ, കാറ്റിൻ്റെ വേഗത, കാറ്റ് നമ്മളെ തൊട്ട് തലോടിക്കൊണ്ട് പോകുന്നത്, എന്തൊക്കെ നമുക്കറിയാൻ പറ്റും? നമ്മുടെ ശരീരത്തെ തൊട്ട് തലോടി പോകുന്ന കാറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ടു സെറ്റ് കാര്യങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലുള്ള അതേ ശക്തിയാണ് നമ്മുടെ ചുറ്റിലും ഉള്ളതെന്ന്. ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജി ഹയർ ആവാൻ തുടങ്ങും. കാരണം ഒരു കോൺഷ്യസ്നെസ്, ആ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. എല്ലാം നാം തന്നെയാണ്, നാമും ഈ പ്രകൃതിയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിവിലേക്ക്. നമുക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരു ജീവജാലങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടോ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയോ ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നാം ചെയ്യുക. നമുക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ഓരോ നിമിഷവും ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഡെഡിക്കേഷൻ കൊടുക്കാൻ പറ്റണം. എല്ലാവരിലും ഉള്ളിൽ നന്മയും തിന്മയും ഉണ്ട്. ആ നന്മയെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും, അതായത് നമ്മുടെ ബോഡി നമ്മൾ മൂവ് ചെയ്യുക. ഡാൻസിങ് ആണെങ്കിലും യോഗയാണെങ്കിലും എന്തിനാണ് നമ്മുടെ ഈ ബോഡി പാർട്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ചക്രാസിൽ ഒളിഞ്ഞു കിടക്കുന്ന ശക്തികൾ, എനർജി, അതെല്ലാം സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ പറ്റണം. നമ്മൾ ഈ വ്യായാമങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്രാണായാമം ചെയ്യുക, നാഡീശുദ്ധി വരുത്തുക. നമ്മുടെ ബോഡിയിൽ സ്ഥിതി ചെയ്യുന്ന 72,000 നാഡികളിലേക്കും ഓക്സിജൻ പ്രവഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ എനർജി സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ തലങ്ങളും എല്ലാ ചക്രങ്ങളും ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളെല്ലാ തലങ്ങളിലും ഉയരാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന മസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. സ്നേഹത്തെ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ട് ഡെഡിക്കേഷനോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ്സ് ഇതൊന്നും നമ്മൾ വരുത്തി വയ്ക്കേണ്ട ഒരാവശ്യകതയുമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. അതിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യകതയില്ല. നമ്മൾ ഇപ്പോൾ ഈ നിമിഷം എത്രത്തോളം സുന്ദരമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവോ അതാണ്
നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ബാക്കിയുള്ള ലൈഫിനെ സൃഷ്ടിക്കുന്നത്. നമ്മുടെ ചിന്തകൾ ശുദ്ധിയുള്ളതായിരിക്കണം, നമ്മുടെ വാക്കുകൾ ശുദ്ധിയുള്ളതായിരിക്കണം, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഫെമിനിൻ എനർജി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സൃഷ്ടികളിലൊന്നാവാൻ നമുക്ക് സാധിക്കും. ഏറ്റവും നല്ല സൃഷ്ടികളെ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കാൻ നമ്മളിലൂടെ സാധിക്കും. ഓരോ വ്യക്തികളിലും ഒരു ഹീലിംഗ് പവറുണ്ട്. ഈ ഹീലിംഗ് പവറ് സത്യം പറഞ്ഞാൽ അതൊരു ഹിഡൻ ആയിട്ട് നിൽക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഘടകമാണ്. അതിന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പോസിറ്റീവായ ഫീലിങ്സ് ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഉള്ളിലുള്ള ടാലൻസ് ആയിക്കൊള്ളട്ടെ, എല്ലാ നന്മകളും നമ്മളിൽ നിന്നും പുറത്തെത്തിക്കാൻ ഈ ഒരു എനർജി ആവശ്യമാണ്. ഈ പ്രകൃതിയെ അറിഞ്ഞ് ചുറ്റിലുള്ള എല്ലാത്തിനെയും സ്നേഹിച്ച് പരിഗണിച്ച് നമ്മൾ ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും ഏറ്റവും സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ എനർജി സെൻറ്റേഴ്സിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട്, ചക്രാസിനെ പറ്റിയിട്ട് അത് മനസ്സിലാക്കി അത് ശുദ്ധീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ശുദ്ധീകരിച്ച് എപ്പോഴും നമ്മുടെ ഓറ നമ്മൾ ശുദ്ധീകരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏറ്റവും പോസിറ്റീവായി നമ്മൾ ചെയ്യുന്നതോടുകൂടി വളരെ പതിയെ നമ്മുടെ ഉള്ളിലുള്ള എനർജീസ് ബാലൻസ്ഡ് ആവാൻ തുടങ്ങും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായി തീരട്ടെ. താങ്ക് യു.